വീണ്ടും ഒരു നോമ്പ് കാലത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു പോകുന്നു. നോമ്പ് ഉപവാസത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലമാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ. ഈ വചനത്തിൽ നാം കാണുന്നത് സക്കായിയുടെ വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്. സക്കായി യേശുവിനെ കാണുന്നതിന് മുൻപ് സക്കായിയുടെ ജീവിതം ഒരു പാപിയായ മനുഷ്യൻ, സമ്പന്നൻ, ചുക്കം പിരിക്കുന്നവൻ, ദൈവത്തെ ഒറ്റിക്കൊടുക്കുന്നവൻ. പാപിയായ മനുഷ്യനായതുകൊണ്ട് സമൂഹം അവനെ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെയിരിക്കെ യേശു വരുന്നു എന്ന് കേട്ടു. യേശുവിനെ കാണാൻ സക്കായി കാട്ടത്തിന്മേൽ കയറി. തൻ്റെ കുറവുകളെ സക്കായിക്ക് അറിയാം. ജനം തിങ്ങിക്കൂടി യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് യേശുവിനെ കാണാൻ സാധിക്കുകയില്ല. യേശുവിനെ കാണാനുള്ള തൻ്റെ ആഗ്രഹവും കാട്ടത്തിന്മേൽ കയറി. ഇവിടെ നാം കാണുന്നത് സക്കായിയുടെ ജീവിതത്തിലെ ഒരു രൂപാന്തരം കൂടിയാണ്. മനുഷ്യനെ തേടിയുള്ള യേശുവിൻ്റെ മനോഭാവം അത് സക്കായിയുടെ സംഭവത്തിൽ വ്യക്തമാണ്. അവൻ ദൈവത്തെ അന്വേഷിക്കുകയായതുകൊണ്ട് മരത്തിന്മേൽ കയറിയിരുന്നത് യേശുവിനെ ഒരു നോക്ക് കാണുവാൻ. ദൂരെ യേശു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വരുന്നത് കണ്ടു. എങ്കിലും സക്കായി ഒരിക്കലും വിചാരിച്ചില്ല തന്നെ പേര് ചൊല്ലി വിളിക്കുമെന്ന്. സക്കായി അല്ല യേശുവിന്റെ അടുത്തിലേക്ക് വന്നത്, പാപിയായ മനുഷ്യന്റെ അടുത്തേക്ക് യേശുവാണ് വന്നത്. ആരും കൂട്ടാക്കാത്ത പിടിച്ചു പറക്കാരൻ, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവൻ, അങ്ങനെ ദേഹോപദ്രവവും പ്രവർത്തിച്ചത്. അതിൽ സന്തോഷം കിട്ടിയ സക്കായിയാണ് യേശു വിളിക്കുന്നത്. സക്കായിയുടെ പേര് പോലും പേർ ചൊല്ലി വിളിച്ച്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇതാ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പാർക്കേണ്ടതാകുന്നു. എത്ര അത്ഭുതത്തോടെയാണ് സക്കായി അത് ഏറ്റെടുത്തതെന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ദൈവമക്കളെ ഉപദ്രവിച്ച് സക്കായിയെ ചേർത്ത് നിർത്തി തൻ്റെ ഭവനത്തിന് ദൈവത്തെ സ്വീകരിക്കുകയും അതിൽ കൂടെ രക്ഷ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. സക്കായിയുടെ അനുഭവം ദൈവത്തോട് ആരെങ്കിലും ചതിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം. ഇത് സക്കായിയുടെ രൂപാന്തരത്തിന്റെ വേറൊരനുഭവം. ഉടനെ കർത്താവ് സക്കായി അനുഗ്രഹിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഇവനും അബ്രഹാമിന്റെ മകൻ ഇന്ന് ഈ വീടിന് രക്ഷ നൽകിയിരിക്കുന്നു. ഇത് സക്കായിയുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ദൈവികമായ സാന്നിധ്യം ആയി. അപ്പോൾ അവന്റെ മുൻപിൽ കാപട്യത്തിനും വഞ്ചനയ്ക്കും സ്ഥാനമില്ല. അതുകൊണ്ട് അവൻ ഹൃദയം തുറന്ന് സംസാരിച്ചു. ക്രിസ്തു മനോഭാവത്തിലേക്കുള്ള വളർച്ചയും ക്രിസ്തു നമ്മെ സ്നേഹിച്ചതിന്റെ ആഴം അറിഞ്ഞ് ആ സ്നേഹത്തോട് ജീവിക്കുകയും നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാനും രക്ഷിക്കാനുമാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവമക്കളെ ഉപദ്രവിച്ചവൻ, കൊല്ലുവാനും ദൈവമക്കളെ ദുഷിക്കുന്നവനും യേശു അവനെ പേർ ചൊല്ലി വിളിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. അവന്റെ മാനസാന്തരത്തിൽ അവനെ വിശുദ്ധ പൗലോസായി മാറി. കാരണം ദൈവവിളി ഇവരും രൂപാന്തരത്തിന്റെ അനുഭവമായി. ക്രിസ്തു നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന് ആഴമറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം തയ്യാറാകണം. അതുകൊണ്ട് അവന്റെ ഹൃദയം തുറന്ന് സംസാരിച്ചു. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. പശ്ചാത്താപവും പാപപരിഹാരവും കണ്ടു. അവന്റെ വാക്കുകളിൽ രക്ഷയുടെ വാഗ്ദാനമുണ്ട്. അത് സ്വർഗത്തിന്റെ സമ്മാനമാണ്. മനുഷ്യനെ തേടിയുള്ള യേശു ദൈവത്തിന്റെ മനോഭാവം സക്കായിയുടെ കുടുംബത്തെ രക്ഷിച്ചു. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെ ഏറ്റെടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങൾക്ക് സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും അസാധാരണ കൃപകൾ കൊണ്ടും ദൈവം പോലെ എന്നെ കാണണം എന്ന് പറഞ്ഞ പരിത്യാഗം പ്രവൃത്തിയിലൂടെ ദൈവത്തെ പരീക്ഷിക്കാതെ സ്വയം ശൂന്യമാക്കി ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ആഴമായ ഒരു വ്യക്തിയുടെ പരിണാമം ഈ നോമ്പുകാലത്ത് സാധ്യമാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.